ഇറാനിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്ന ഇറാനുമായിട്ടുള്ള ചർച്ചകൾ തുടരുകയാണെന്നും കരാറിലെത്താൻ ധാരണയായെന്നൊക്കെയാണ് ട്രംപ് അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നും ഇറാൻ ഇത്തരത്തിലുള്ള എല്ലാവിധ ട്രംപിൻ്റെ പ്രസ്താവനകളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഏതെങ്കിലും രാജ്യങ്ങൾ മധ്യസ്ഥത വഹിച്ചോ അല്ലാതെയോ യാതൊരു വിധത്തിലുള്ള ചർച്ചകളും ഇറാൻ നടത്തുന്നില്ല. മുമ്പ് ഇതേപോലെ അമേരിക്കയിലെ ട്രംപിനെ വിശ്വസിച്ചിരുന്നു. ആ 2 തവണയും ഇറാൻ അതിനുള്ള തിരിച്ചടിയിട്ട് ചർച്ചകൾ നടക്കുമെന്ന് പറഞ്ഞതിന് ശേഷമുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ചർച്ചകളും തുടങ്ങി വെച്ചിട്ടില്ല എന്ന് ഇറാൻ ഔദ്യോഗികമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. മറ്റൊന്ന്, ട്രംപ് ഈ യുദ്ധത്തിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പ്രതിരോധ സെക്രട്ടറിയുടെ തലയിലേക്ക് ഇടുന്നത് കൂടിയിട്ട് നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രംപിൻ്റെ യുദ്ധമായിട്ട് സംബന്ധിച്ചുള്ള നിരവധി മണ്ടത്തരം നിറഞ്ഞ പ്രസ്താവനകൾ പുറത്തു വന്നിരുന്നു. ഓരോ ദിവസം അദ്ദേഹം ഓരോന്ന് പറയും, പിറ്റേ ദിവസം മാറ്റി പറയാം. ഇത്തവണ പറയുന്ന അദ്ദേഹം പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് എൻ്റെ കൂടെയുള്ളവരോട് ഞാൻ അഭിപ്രായം ആരാഞ്ഞപ്പോൾ പീറ്റ് ഹെക്സത്ത് എന്ന തൻ്റെ ഈ പ്രതിരോധ സെക്രട്ടറിയാണ്, എന്നാൽ പിന്നെ നമുക്കൊരു സൈനിക നീക്കം ആരംഭിച്ചാലോ അല്ലെ യുദ്ധം തുടങ്ങിയാലോ എന്നുള്ള കാര്യം തന്നോട് പറയുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്കാണ് ആദ്യം. പ്രമോദ് സർ, ഈ ട്രംപിൻ്റെ ഇപ്പോഴത്തെ പ്രസ്താവന ഉണ്ടല്ലോ, യുദ്ധം തുടങ്ങി വെക്കുന്ന ഈ പീറ്റ് ഹെക്സത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണല്ല അദ്ദേഹമാണ് ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞതെന്ന് പറയുന്നു. മറുവശത്ത് എല്ലാ അവകാശവാദങ്ങളെയും ഇറാൻ തള്ളിക്കളയുന്നു. ചർച്ചകളൊന്നും നടന്നിട്ടില്ല, അല്ല അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് അങ്ങ് എത്താൻ യാതൊരു സാധ്യതയുമില്ല എന്നുള്ള കൂടിയിട്ട് നിലവിലൊരവസ്ഥ വെച്ചിട്ട് ഇതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഞാനിങ്ങനെ വിചാരിക്കുന്നു, ഡോക്ടർ തോമസ് ഐസക്ക് നമ്മുടെ പാലക്കാട് സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞ ആ കമൻറ്റ് യഥാർത്ഥത്തിൽ യോജിക്കുന്നത് ഇന്ന് ആഗോള രാഷ്ട്രീയത്തിലാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയാവുന്ന ഏറ്റവും നല്ല കമൻ്റ് അതായിരിക്കും എന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളിൽ നമുക്കതാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ പക്ഷേ ഏറ്റവും രസകരമായ കാര്യം സികേഷ്, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ അമേരിക്കയിൽ തന്നെ ഈ യുദ്ധത്തെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങളും മറ്റുമൊക്കെ ഞാനതാണ് കുറച്ച് സമീപകാലത്ത് കുറച്ച് നോക്കിയ ഒരു സാധനം. അതിനകത്ത് കാണാവുന്ന ഒരു വളരെ പ്രത്യേകത നിറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഒന്ന്, അമേരിക്ക വിജയിച്ചു എന്ന് ഇപ്പോൾ ഉടനടി പ്രഖ്യാപിക്കണം. റിപ്പബ്ലിക്കൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന അവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ, അഡോൾഫോ ഫ്രാങ്കോ എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ എഴുതുന്ന സാധനങ്ങളാണ്. ഇപ്പം തന്നെ പ്രഖ്യാപിക്കണം. കാരണം ഇതൊരു നീണ്ടു നിൽക്കുന്ന, ഒരു മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമായിട്ട്, ഒരു കൺവെൻഷണൽ യുദ്ധത്തിൻ്റെ സ്വഭാവത്തിൽ ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല ഈ യുദ്ധം. സ്ട്രൈക്ക്, എന്താ പറയുക, വളരെ പെട്ടെന്ന് സ്ട്രൈക്ക് നടത്തുക, വളരെ പെട്ടെന്ന് സംഗതി അച്ചീവ് ചെയ്യുക, അവസാനിപ്പിക്കുക. ഇതാണ് ഒരു ഏറ്റവും പുതിയ കാലത്തെ യുദ്ധത്തിൻ്റെ രീതി എന്നതും, അപ്പോൾ അത് വേണം അമേരിക്ക സ്വീകരിക്കാൻ എന്നതുമാണ് അവരുടെ ഒപ്പീനിയൻ. അതിൽ അവർ പറയുന്നത് അത് അച്ചീവ് ചെയ്തു. ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തെ ഒരുവിധം തകർക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അവരുടെ ആണവ പദ്ധതിയുടെ വളർച്ച എന്ന് പറയുന്നത് ഇനി അതിന് അധികം സ്കോപ്പില്ല, അത് നേടിക്കഴിഞ്ഞു. ആ നിലയ്ക്ക് റെഷീം ചേഞ്ച് വരുന്നില്ല കേട്ടോ. ഈ 2-3 കാരണങ്ങൾ നേടിക്കഴിഞ്ഞതോടെ ഇനി ഒട്ടും താമസിക്കാതെ തന്നെ ഡിക്ലെയർ ചെയ്യണം. അതിനുള്ള വിജയ പ്രസംഗം അല്ലെങ്കിൽ വിക്ടറി സ്പീച്ച് പോലും ഈ കക്ഷികൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നതൊക്കെയാണ് അതിനകത്ത് പറയേണ്ടത്, ഇന്നതുകൊണ്ടാണ്. ഇപ്പോൾ റീഗൻ്റെ കാലഘട്ടം തൊട്ട് നമ്മുടെ കാഴ്ചപ്പാട് ഇതാണ്. അതായത് വി ഡോണ്ട് ടോക്ക്, നമ്മൾ സംസാരിക്കുകയല്ല, സംസാരിച്ച് നേരം കളയാനില്ല. ക്രൈമിനെ അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള ഭീഷണിയെ അറ്റാക്ക് ചെയ്ത് അപ്പം തന്നെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു സമീപനമാണ് നമ്മുടെ സമീപനം. അത് നമ്മൾ ഗംഭീരമായി ഇതിലൂടെ നിറവേറ്റിയിരിക്കുന്നു തുടങ്ങി. എന്തിനു വേണ്ടിയാണ് ഈ ഇല്ലാ കഥകൾ അല്ലെങ്കിൽ ഈ ഇല്ലാത്ത ഒരു സക്സസിനെ കുറിച്ചോ വിക്ടറിയെക്കുറിച്ചോ ഇത്രയും എന്താ പറയുക ബോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ റിപ്പബ്ലിക്കൻസ് എന്നുള്ളത് നമ്മൾ കാണണം. ഗ്രൗണ്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അവർക്ക് ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളായതുകൊണ്ടാണെന്നാണ് ഒന്നാമത്തെ കാര്യം. എന്ന് വെച്ചാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഇപ്പോൾ 1 മാസം അല്ലേ ആയി, ഒട്ടും തന്നെ കീഴടങ്ങില്ല എന്ന വളരെ വ്യക്തമായ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക പിൻവാങ്ങുന്നു, അമേരിക്ക ഈ യുദ്ധം ഏകപക്ഷീയമായി അവസാനിപ്പിക്കുന്നു എന്ന നിലയിലേക്ക് പോകാൻ അവർക്കൊരിക്കലും സാധിക്കില്ല. അതിന് അവരുടെ അഭിമാനത്തെ എപ്പോഴും സംരക്ഷിക്കുന്ന ഒരു കാരണമുണ്ടാക്കി ഇത് അവസാനിപ്പിക്കുക എന്നുള്ളതല്ലാതെ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല എന്ന കാര്യത്തിൽ ഈ ഇതെല്ലാം തന്നെ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ അമേരിക്കയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ട്രംപിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രയ്ക്ക് ദയനീയമായ രീതിയിലുള്ള പരിഹാസമാണ് ശരിക്കും ഇറാനിൽ നിന്ന് അവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയോട് തന്നെയായിരിക്കും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങളോടല്ല എന്ന് പറയാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഈ പറയുന്ന പല തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല.
പിന്നെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതൊരു ഈ പോസ് എന്ന് നമ്മൾ പറയുന്ന ഈ സന്ദർഭം ഇത് ഒന്ന് റീഅറേഞ്ച് ചെയ്യാനും, ഇപ്പോൾ നേരത്തെ പുറപ്പെട്ടതാണെന്ന് പറയുന്നു, 1000-ഓളം മെറീനുകൾ ഓൾറെഡി അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ ഇതൊന്ന് പിന്നെ റീഅറേഞ്ച് ചെയ്ത് വീണ്ടും യുദ്ധത്തിൻ്റെ എന്താ പറയുക, അങ്ങനെയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയകരമായൊരു സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ആ കെണിയിൽ വീഴണ്ട എന്നവർ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ് എന്നാണ് പറയുന്നത്. എനിവേ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം അത് അമേരിക്കയ്ക്ക് ഇനി താങ്ങാൻ കഴിയാത്തതാണ്. നമ്മൾ ആലോചിക്കേണ്ടത് 91 ഇപ്പോൾ ഫസ്റ്റ് ഇറാഖ് വാർ കഴിഞ്ഞതിന് ശേഷമുള്ള സമീപത്തിൽ ബുഷും ക്ലിൻ്റനും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ബുഷിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്, ഇറാഖിലെ യുദ്ധമാണ് അച്ചീവ്മെൻറ്റ്. പക്ഷേ ക്ലിൻ്റൺ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ മുഴുവൻ ആഭ്യന്തര വിഷയങ്ങളായിരുന്നു. ക്ലിൻ്റനെ സംബന്ധിച്ചിടത്തോളമാണ് വിജയമുണ്ടായത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവരെ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും തമ്മിലുള്ള ഈ ഒരു എന്താ പറയുക തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏത് വിഷയം കടന്നു വരുന്നു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിൽ തന്നെ മറ്റു പല നിരീക്ഷകരും കാണുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം പറയുകയും ഇതെല്ലാം വലിയ നേട്ടമായിട്ട് അംഗീകരിക്കുകയും ചെയ്യുമെങ്കിലും അന്തിമമായി അത് എന്താ പറയുക ഒരു വോട്ടിങ്ങിൽ എത്തുന്ന സമയത്ത് അവരുടെ ആഭ്യന്തര പ്രശ്നം ആ നിലയ്ക്ക് ഒരുപക്ഷെ വരാവുന്നത് അമേരിക്കയിൽ ഈ ഓയിൽ പ്രൈസസ് അമേരിക്കയും ബാധിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന തിരിച്ചടിയായിരിക്കും എന്നുള്ളതാണ്. നമ്മളിത് കാണുന്നുണ്ട്, ഈ യുദ്ധം തുടങ്ങുന്നത് അല്ലെ ഇപ്പോൾ തുടരുന്ന എല്ലാം അമേരിക്കയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ ചർച്ചകൾ തുടങ്ങുന്നു, ഞങ്ങൾ യുദ്ധം ഒഴിവാക്കാൻ അല്ലെ സമാധാനത്തിലേക്ക് അല്ലെ ഹോർമിസ് തുറക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു, പാകിസ്ഥാനിൽ മധ്യസ്ഥ ചർച്ചടക്കുന്നു, ഇന്ത്യയുടെ സഹായം തേടുന്നു. ഇനി ഈ അവകാശവാദങ്ങളൊക്കെ എപ്പോഴും ട്രംപ് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്, അമേരിക്ക തന്നെയാണ്. മറുവശത്ത് ഇറാൻ ഇതിനെയൊക്കെ എപ്പോഴും തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നിലവിൽ ഈ സ്ഥിതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതായത് ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഫെബ്രുവരി 28 ഖാംനയെ വധിച്ചുകൊണ്ട് ആ യുദ്ധം തുടങ്ങുന്ന സമയത്ത് അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള 12 ദിവസം യുദ്ധവും തുടങ്ങിയത് ഒരു വീക്കെൻഡിലാണ്. അപ്പോൾ ഈ വീക്കെൻഡിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് ട്രംപിൻ്റെ ഒരു രീതിയാണ്. അതിൻ്റെ കാരണം അത് മാർക്കറ്റിനെ ബാധിക്കരുത്, ഒരു കാരണവശാലും മാർക്കറ്റിനെ ബാധിക്കരുത്. ഒരു വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ യുദ്ധം തുടങ്ങുക, ഞായറാഴ്ച രാത്രി യുദ്ധം അവസാനിപ്പിക്കുക. നമ്മളിപ്പോൾ ഇതുവരെ തുടർന്നു പോകുന്ന കാര്യങ്ങളൊരു ഈവൻസ് ഇങ്ങനെ ടൈം ലൈൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രംപിൻ്റെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ ഒരു വീക്കെൻഡിൽ യുദ്ധം തുടങ്ങുക, ഖാംനയെ വധിക്കുക. ഖാംനയെ എവിടെയുണ്ടെന്നൊക്കെ അവർക്ക് നേരത്തെ അറിയാം. അപ്പോൾ കൊല്ലുക, 1-2 ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളിലൊക്കെ ബോംബിടുക, പിൻവാങ്ങുക. ഇതായിരുന്നു അവരുടെ ഒരു പ്ലാൻ എന്ന് തോന്നുന്നു. അങ്ങനെ ആവണമെന്ന് ഉറപ്പില്ല. പക്ഷേ അവരുടെ പ്ലാൻ പൊളിയുന്ന എവിടെയാണ്? US-ൻ്റെ സൈനിക സാമ്പത്തിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം തുടങ്ങി. അത് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹോർമുസ് കടലിടുക്ക് അടച്ചേക്കും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടാവും. കാരണം ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ച് ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം അത് അവരെ കൂടി ബാധിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് അവരത് ഏറ്റവും അവസാനം ചെയ്യുക. പക്ഷേ ഈ UAE പോലെ ദുബായ് പോലെ ഒരു സിറ്റിയിലേക്ക് ഈ ഇറാൻ ഇതുവരെ അയച്ച മിസൈലുകളിൽ 50% അയച്ചിട്ടുള്ള UAEക്ക് നേരെയാണ്. അപ്പോൾ ദുബായ് പോലുള്ളൊരു സിറ്റിയിലേക്ക് ഇറാൻ മിസൈൽ അയക്കും എന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ ദിവസം തന്നെ അവരുടെ റിട്ടാലിയേഷൻ ഉണ്ടാകുന്നത് UAE-യിലേക്കാണ്. UAE, ഖത്തർ, സൗദി അറേബ്യയിലാണ് ഏറ്റവും കുറച്ച് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ UAE എന്തുകൊണ്ട് ആക്രമിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. എന്തിനാണ് ഇറാൻ UAE ആക്രമിക്കുന്നത്? UAE ആകട്ടെ ഇതിലൊരു കക്ഷിയേ അല്ല. ഒരർത്ഥത്തിൽ അവർ റിട്ടാലിയേഷൻ അവർ പോയിട്ടില്ല. അവർ വാക്കുകൊണ്ട് വേറെ ഒരു അർത്ഥത്തിൽ ഒരു പ്രകോപനം ഉണ്ടാക്കുന്നില്ല. പക്ഷേ എവിടെ അടിച്ചാലാണ് അമേരിക്കയ്ക്ക് കൊള്ളുക എന്നുള്ളത് ഇറാന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് UAE തന്നെ അടിക്കുന്നത്. അപ്പോൾ ഒരു വെള്ളിയാഴ്ച യുദ്ധം തുടങ്ങി, ഞായറാഴ്ച രാത്രിയോടുകൂടി യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ട്രംപിനെ സംബന്ധിച്ച് ഇത് തുടരേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നത് ഇറാനാണ്. അന്ന് ഖാംനയെ വധിച്ച് പിൻവാങ്ങുക എന്നുള്ള ആ പ്ലാൻ പൊളിയുന്നത് ഈ GCC രാജ്യങ്ങളിലേക്കുള്ള ആക്രമണമാണ്, പ്രത്യേകിച്ചും US-ൻ്റെ സൈനിക ബേസിലേക്കുള്ള ആക്രമണം. അപ്പോൾ ഈ യുദ്ധം തുടരാൻ ട്രംപ് നിർബന്ധിതരാകുന്നു. തുടർന്ന് കഴിയുമ്പോൾ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നു, ലോകത്ത് എണ്ണ വിലയെ സാരമായി ബാധിക്കുന്നു, ലോകം മുഴുവൻ പ്രശ്നമാകുന്നു. ഒരു രാജ്യവും അമേരിക്കയ്ക്കൊപ്പം ഈ യുദ്ധത്തിലില്ല. അപ്പോൾ G7 ഉച്ചകോടി നടക്കാൻ പോകുന്ന അടുത്ത ദിവസം G7 രാജ്യങ്ങളും മറ്റ് 6 രാജ്യങ്ങളും പറയുന്നത് ഞങ്ങളില്ല എന്നാണ്, ഞങ്ങൾ ഈ പരിപാടിക്കില്ല, നിങ്ങളെന്താണെന്ന് വെച്ചാൽ അയക്കോ, വേണമെങ്കിൽ ഹോർമുസ് കടലിടുക്കിലുള്ള ഗതാഗതത്തിൽ ഞങ്ങൾ ഇടപെടാം, എപ്പോൾ? വെടിനിർത്തലിന് ശേഷം മാത്രം എന്നാണ് അവരുടെ നിലപാട്. അപ്പോൾ ഇവിടെ ട്രംപ് ഒറ്റയ്ക്കാണ്. അപ്പോഴാണ് ട്രംപ് ചെയ്യുന്നത്, ഇറാൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചു, ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞൊരു സന്ധി സംഭാഷണം ആവശ്യപ്പെട്ടു, ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്, ശക്തമായ ഒരു സന്ധി സംഭാഷണം, വളരെ പ്രോഗ്രസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നു. ഇറാൻ അത് നിഷേധിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരാൾ വേണ്ടാണ് സംസാരിക്കുന്നതാണ് പറയുന്നത്. പ്രധാനപ്പെട്ട ആൾ അവിടുത്തെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആൾ പാർലമെൻറ്റ് സ്പീക്കറാണ്. അദ്ദേഹം പറഞ്ഞത് എന്നോട് സംസാരിച്ചിട്ടില്ല. ഇറാൻ ആർമി ട്രംപിനെ പരിഹസിക്കുന്നു. അപ്പോൾ
നമ്മളിപ്പോൾ വിചാരിക്കുമ്പോൾ എന്തോ ട്രംപ് മടുത്തു, ഇനിയിപ്പോൾ യുദ്ധം നിർത്താം എന്നാണ് വിചാരിക്കുക. അങ്ങനെയല്ല, ഇതൊരു കൂളിംഗ് പീരീഡാണ്, പല നിലയ്ക്കുള്ള കൂളിംഗ് പീരീഡാണ്. ഇപ്പോൾ ട്രംപിൻ്റെ പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ എന്താ സംഭവിക്കുന്നത്? എണ്ണവില താഴേക്ക് പോകുന്നു, ഓഹരി വിപണി കുതിക്കുന്നു. അപ്പോൾ എണ്ണവില ഒന്ന് സ്റ്റേബിളാക്കുക, അതിനൊരു കൂളിംഗ് പീരീഡ് വേണം. ഈ സമയത്ത് തന്നെയാണ് മറീനുകൾ വന്നുകൊണ്ടിരിക്കുന്നത്, US മറീനുകളും കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ജെറാഡ് ഫോർഡ് കപ്പലിന് തീ പിടിച്ചിരുന്നു, ഇറാൻ ആക്രമണത്തിലാണെന്ന് പറയപ്പെടുന്നു. അത് തിരികെ പോയി അത് സർവീസ് നടത്തി ചിലപ്പോൾ തിരിച്ചു വരും, കൂടുതൽ സൈനിക വിന്യാസം ഉണ്ടാവും. ഇത് നിൽക്കാൻ പോകുന്നൊരു യുദ്ധമല്ല, അങ്ങനെ നമ്മൾ വിചാരിക്കുകയേ വേണ്ട. അത് ട്രംപിൻ്റെ ഒരു ശീലം അങ്ങനെയാണ്. അതായത് ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനത്തോടെ ഇറാൻ എന്ത് ചിന്തിക്കും? ഒരു കൂളിംഗ് പീരീഡ് നമുക്കും കിട്ടിയല്ലോ, എന്നാൽ കുറച്ച് വിശ്രമിച്ച് കളയാം. അതായത് ശത്രു അലസനാകുന്ന സമയത്ത് വീണ്ടും അടിക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ ലൈൻ. അല്ലെങ്കിൽ ഒരു പീസ് ടോക്ക് നടന്നുകൊണ്ടിരിക്കെ ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ ന്യൂക്ലിയർ ടോക്കുകൾ മുതൽ എല്ലാ ടോക്കിൻ്റെ മുമ്പിൽ നിന്ന് അലി ലാരിജാനിയെ പോലും വധിക്കാൻ US തയ്യാറാവുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അങ്ങനെ നോട്ടമില്ല, അവരെല്ലാവരെയും കൊല്ലും. ഈ യുദ്ധം ഉടൻ തീരാൻ പോകുന്നില്ല. ഇതിൻ്റെ ഒരു കാരണം ഇപ്പോൾ നമ്മൾ പലതരം സിദ്ധാന്തങ്ങൾ പറയും. ട്രംപ് ഇങ്ങനെ അപ്രതീക്ഷിതമായി പെരുമാറുന്ന ആളാണ്, അയാൾക്ക് തോന്നും പോലെ ചെയ്യുന്നതാണ്, ഇസ്രായേലിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്, ഇപ്പോൾ എപ്സ്റ്റീൻ ഫയലിൻ്റെ സ്വാധീനം കൊണ്ട് ഇസ്രായേൽ ട്രംപിനെ പരിധിയിൽ വെച്ച്, അങ്ങനെ പല സിദ്ധാന്തം പറയാം. ഇസ്രായേൽ ട്രംപിനെ പരിധിയിലാക്കിയിരിക്കുകയാണെന്നുള്ളത് ശരിയാണ്. അതിപ്പോഴല്ലല്ലോ, ഇപ്പോഴേ അല്ല അത്. കാരണം അമേരിക്കയുടെ US എംബസി തെല്ലവീവിൽ നിന്ന് ജെറുസലേമിലേക്ക് മാറ്റാനെടുത്ത് തീരുമാനം എടുത്തതാരാണ്? അത് ട്രംപ് ഒറ്റയ്ക്കാണ്. ട്രംപ് ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ് അത്. ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണത്. അതായത് അമേരിക്ക ഈ ജെറുസലേം കേന്ദ്രമാക്കിയുള്ള, കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കിയുള്ള ഫലസ്തീൻ, സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം എന്നുള്ളതാണ് ഫലസ്തീൻ കോസ്. 2 നേഷൻ തിയറിയാണ് ഒബാമയുടെ അവസാന കാലഘട്ടം വരെ അമേരിക്കയുടെ ഔദ്യോഗിക നിലപാട്. 2 നേഷൻ തിയറി എന്ന് പറഞ്ഞാൽ കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കിയുള്ള ഫലസ്തീൻ രാജ്യം. ഈ 2 നേഷൻ തിയറി എന്ന് പറയുന്ന ചീട്ട് കീറിക്കളയുന്ന ഒന്നാണ് തെല്ലവീവിൽ നിന്ന് ജെറുസലേമിലേക്ക് ഇത് മാറ്റുന്നത്. എന്ന് മാത്രമല്ല, അതിൻ്റെ സൂത്രധാരനാരാണ്? ട്രംപിൻ്റെ മരുമകനായ ജെറാഡ് കുഷ്ണറാണ്. ഈ കുഷ്ണർ തന്നെയാണ് അബ്രഹാം അക്കോർഡിൻ്റെ സൂത്രധാരൻ. അതിലേക്ക് GCC രാജ്യങ്ങളെ കൊണ്ടുവരുന്നത്. അവസാനം 2024 ഒക്ടോബർ 7 ആക്രമണത്തിലേക്ക്, ഹമാസിൻ്റെ ആക്രമണത്തിലേക്ക് വഴിവെക്കുന്ന സംഭവങ്ങളുടെ മുഴുവൻ സൂത്രധാരൻ ട്രംപ് തന്നെയാണ്. അപ്പോൾ ട്രംപ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ പരിധിയിലാണോ, ഇസ്രായേൽ ട്രംപിൻ്റെ പരിധിയിലാണോ എന്നൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അപ്പോൾ ഈ ഒക്ടോബർ 7 ആക്രമണത്തിലേക്ക് വഴിവെച്ച ഘടകങ്ങളെടുത്ത് പരിശോധിച്ചാൽ അതൊക്കെ ട്രംപിൻ്റെ ഐഡിയ ആണ്. അബ്രഹാം അക്കോർഡ് ട്രംപിൻ്റെ ഐഡിയ ആണ്, ഈ എംബസി മാറ്റം ട്രംപിൻ്റെ ഐഡിയ ആണ്. അപ്പോൾ ഇസ്രായേൽ ട്രംപിൻ്റെ പിടിയിലാണോ, ട്രംപ് ഇസ്രായേലിൻ്റെ പിടിയിലാണോ? ഇത് രണ്ടും പരസ്പര പൂരകം തന്നെയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം. ഇപ്പോൾ എപ്സ്റ്റീൻ ഫയലിൽ ട്രംപിൻ്റെ പേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും, എപ്സ്റ്റീൻ ഫയലിനെ പറ്റിയൊക്കെ കേൾക്കുന്നതിന് മുമ്പാണ് ഈ എംബസി മാറ്റം ഉണ്ടായി, US കോൺസുലേറ്റ് മാറുന്നത്. അപ്പോൾ ട്രംപ് യുദ്ധം ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്, ട്രംപ് ഇറാൻ ആക്രമിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ആ പ്രഖ്യാപനം കേവലമായ ഒരു കൂളിംഗ് പീരീഡാണ്. കൂളിംഗ് പീരീഡ് എന്ന് തന്നെ പറയാം. സൈനികമായും സാമ്പത്തികമായുള്ള ഒരു കൂളിംഗ് പീരീഡാണ്. അവരാക്രമണം തുടരുക തന്നെ ചെയ്യും. ഇറാൻ അതിലൊട്ടും വിശ്വസിച്ചിട്ടില്ല. ഇപ്പോൾ പുറത്തു വന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ പാകിസ്ഥാൻ ഇസ്ലാമാബാദിലാണ് ഇനി അടുത്ത ടോക്ക് നടക്കാൻ പോകുന്നത്. ഒരു പക്ഷേ US വൈസ് പ്രസിഡന്റ് JD വാൻസ് അതിൽ പങ്കെടുക്കുമെന്ന് കേൾക്കുന്നു. പാകിസ്ഥാൻ വഴി ഇറാൻ്റെ കയ്യിലേക്കൊരു ഡോക്യുമെൻ്റ് US പ്രസിഡന്റ് ട്രംപ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ആ ഡോക്യുമെൻറ്റിൽ എന്താണുള്ളതിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളും മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അതിൽ പറയുന്നത് ഒരു 15 നിർദ്ദേശങ്ങളാണുള്ളത്. ഈ 15 നിർദ്ദേശത്തിലാണ് കഴിഞ്ഞ 2025 മുതൽ ടോക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. 2026 ടോക്ക് ഈ 15 നിർദ്ദേശങ്ങളാണ്. അപ്പോൾ ആ 15 നിർദ്ദേശങ്ങളെ ഇറാന് അംഗീകരിക്കാവുന്ന ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാങ്ഷൻ ലിഫ്റ്റ് ചെയ്യാം, അതായത് ഉപരോധങ്ങൾ നീക്കാം, അതുവഴി കിട്ടുന്ന പണം നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസൈൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കരുത്. ഇറാൻ ഒരു കാലത്തും സമ്മതിക്കില്ല. എന്നിട്ട് അതേ പേപ്പർ തന്നെ കൊടുത്തിട്ട് നമുക്ക് ഈ യുദ്ധം നിർത്താം, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു, അതേ ഡോക്യുമെൻ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇത് മൊത്തം തട്ടിപ്പാണ്. ആ തട്ടിപ്പ് മനസ്സിലായതുകൊണ്ടാണ് ഇറാൻ അമേരിക്കയെ കളിയാക്കുന്നത് ഞങ്ങളില്ല എന്നുള്ളത്. ഇനി വേറൊരു സിദ്ധാന്തം പ്രചരിക്കുന്നത്, അതും ശരിയാണെന്ന് അറിയില്ല. യഥാർത്ഥത്തിൽ ട്രംപ് പിൻവാങ്ങാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ പിൻവാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ തോറ്റ് പിൻവാങ്ങുക എന്നുള്ളൊരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ ഇറാൻ ഞങ്ങളെ സമീപിച്ചു, അതുകൊണ്ട് ഞങ്ങളിത് സമ്മതിച്ചു എന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കുക. അതിനുശേഷം എന്താണ്, ഞങ്ങളതിൽ കുറേ കൂടി മുന്നോട്ട് പോയി എന്ന് പറയുക. അപ്പോൾ പൊതുവെ ഞങ്ങൾ വെടിനിർത്തലിന് സന്നദ്ധരാണെന്ന് പറയുമ്പോൾ പൊതുവെ ലോകരാജ്യങ്ങളുടെ സപ്പോർട്ട് ട്രംപിനും അമേരിക്കയും കിട്ടും. അതിനെ എതിർക്കുന്ന ഇറാനെതിരെ ലോകരാജ്യങ്ങളുടെ വികാരം തിരിയുകയും ചെയ്യും. അങ്ങനെ ഒരു നറേറ്റീവ് സൃഷ്ടിക്കുക എന്നൊരു ലക്ഷ്യമാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇറാൻ അതിന് വഴങ്ങില്ല. കാരണം ഇറാനെ സംബന്ധിച്ച് ഇത് അവരുടെ ഒരു അന്തിമ യുദ്ധമാണ്. അവരിതിനൊരു അന്തിമ ഡു ഓർ ഡൈ യുദ്ധമായിട്ടാണ് അവരതിനെ കാണുന്നത്. കാരണം ഈ യുദ്ധം അവർ 47 വർഷം മുമ്പേ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അമേരിക്ക ഏത് നിമിഷവും ഇങ്ങനൊരു ആക്രമണം നടത്തുമ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അതിനുവേണ്ടിയാണ് അവർ മിസൈൽ സിറ്റികൾ സ്ഥാപിച്ചിട്ടുള്ളത്. ആ മിസൈൽ സിറ്റികളിലുള്ളത് മിസൈലുകൾ തന്നെയാണ്. അവർ ഒരു ആ രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ളൊരു യുദ്ധത്തിലേക്ക് പോകാൻ അവർ എന്നേ തയ്യാറാണ്. അങ്ങനെ തയ്യാറായി നിൽക്കുന്ന രാജ്യത്തിൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള കപടനാട്ടികൾ കൊണ്ട് അവരെ
ടേബിളിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ടേബിളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ളതല്ല ഇത് എന്നുള്ളത് യാഥാർത്ഥ്യം. അങ്ങനെ അവരെ വഞ്ചിക്കാൻ കഴിയില്ല. അതാണ് അവരുടെ പ്രശ്നം. അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധം ആ രാജ്യം നിലനിൽക്കണമോ വേണ്ടോ എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലൊരു ടോക്ക്, വെടിനിർത്തൽ ചർച്ചയ്ക്ക് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധി, ഇനി മേലാൽ ഇസ്രായേലോ അമേരിക്കയോ ഞങ്ങൾ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളൊരു ഡീലിൽ അവരെ ഒപ്പുവെക്കൂ. ഇനി ഞങ്ങളുടെ ടെറിട്ടറിയിൽ നിങ്ങളുടെ ഒരു ആയുധവും വീഴാൻ പാടില്ല എന്നൊരു ഡീലിൽ മാത്രമേ ആ വെടിനിർത്തൽ ചർച്ച സാധ്യമാവൂ. അപ്പോൾ അതല്ലാത്ത എന്തെങ്കിലും പറഞ്ഞ് ഞാൻ കഴിഞ്ഞ വർഷം എടുത്ത അതേ കാർഡ്, അതേ 15 നിർദ്ദേശം എടുത്ത് വീശിക്കളയാമെന്ന് ട്രംപ് വിചാരിച്ച് അത് വിശ്വസിക്കുന്ന അത്ര മണ്ടന്മാരല്ല ഇറാൻ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേവലമായ എണ്ണവില ഒന്ന് പിടിച്ചു നിർത്താനുള്ള കൂളിംഗ് പീരീഡ് അല്ലെങ്കിൽ സൈനിക വിന്യാസത്തിനുള്ള കൂളിംഗ് പീരീഡ് മാത്രമാണ്. അതെ, ഇറാൻ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ട്രംപ് പറയുന്നതിനെ വിശ്വസിക്കില്ല, യുദ്ധം തുടങ്ങിയതും ഇപ്പോൾ തുടരുന്നതും അവർ തന്നെയാണ്, അവസാനിപ്പിക്കണമെന്നും അല്ലെ ചർച്ചയാകാമെന്ന് പറയുന്നത് അവരാണ്, അതിന് വഴങ്ങില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ എന്താകുമെന്ന് കണ്ടറിയാം.